ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. മക്കളെ, വരാനിരിക്കുന്ന RRB പരീക്ഷകൾക്ക് എന്ന വണ്ണം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൂടി വേണം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ RRB ജെയിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ കിട്ടൂടാ. ആ ചോദ്യങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കിയിടാ. എന്താണ് ഒന്നാമത്തെ ചോദ്യം? വിച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഡിവൈസസ്? മക്കളെ, ഡിവൈസറുകൾ ഏറ്റവും എണ്ണമാകുന്നത് ആർക്കാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ അണ്ടർസ്റ്റുഡാ. റിമൈൻഡർ എന്ന് പറയുന്നത് 0 വരണം. എടാ, ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടിയാൽ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച ആള് ആരെയാണോ ഡിവൈഡ് ചെയ്തത് അവന്റെ ഒരു ഫാക്ടർ കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനർത്ഥം എന്താ? ഈ ചോദ്യത്തിന് രണ്ട് ആശയങ്ങൾ ഉണ്ട്. അതായത് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഡിവൈസേഴ്സ് എന്നതാണ്. എന്നാൽ ഇതിനെ എങ്ങനെയും ചോദിക്കപ്പെടാം ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഫാക്ടറുകൾ ഉള്ള ആൾ താഴെ തന്നിട്ടുള്ളതിൽ ആര് എന്ന് ചോദിച്ചാലും രണ്ടും ഒന്ന് തന്നെ. ശരി, ഇനി നമുക്ക് ഇതിന്റെ ആൻസറിനകത്തേക്ക് വരാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എനിക്ക് 200 എന്ന് പറയുന്ന ആളിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2ന്റെ ക്യൂബ് ഗുണം എത്ര? 5ന്റെ സ്ക്വയർ. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ്? 8 ഗുണം 25. 25 8 200. അതിനെ ഞാൻ എന്ത് ചെയ്തു? 2ന്റെ ക്യൂബ് 5ന്റെ സ്ക്വയർ. അതിന് നോക്കിക്കോണേ, ഇവിടെ പവർ 3 ആണ്, ഇവിടെ പവർ 2 ആണ്. ശരിയല്ലേ? ഒന്ന് വീതം കൂട്ടെ. 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4, 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3, 2 കൂടെ ഗുണിക്കുമ്പോൾ എൻ്റെ ആൻസർ എത്ര വരും? 4 ഗുണം 3 12. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ 200 എന്ന് പറയുന്ന ആൾക്ക് എത്ര ഫാക്ടർ ഉണ്ട്? 12 ഫാക്ടർ ഉണ്ട്. 12 നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ therefore 200. ഓക്കെ ആണോ? ഇനി ഇതുപോലെ തന്നെ 240നെ പരിഗണിച്ചാലോ മകളെ? 8 ഗുണം 3 24 ഗുണം 10 ഉണ്ട്. അവിടെ എനിക്ക് ഇങ്ങനെ എഴുതാം, 2⁴ ഇൻറ്റു 3⁴ ഇൻറ്റു 5⁴ എന്ന് വരും 24. 2⁴ എന്ന് പറയുമ്പോൾ എത്ര വരുമായിരിക്കും? 2 4 8 16 വരും. 16 ഗുണം 3 എന്ന് പറയുമ്പോൾ 48. 48 ഗുണം 5 എന്ന് പറയുന്നതാണ് 240. ഓക്കെയാണ്. ഇനി ഇവിടെ ഓരോന്നിൻ്റെയും പവറിൻ്റെ കൂടെ 1 കൂട്ടെ. 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5, 3ന്റെ പവർ 1 അല്ലേ, 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2, 5ന്റെ പവർ 1 അല്ലേ, 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2, മൊത്തം കൂടെ ഗുണിക്കുമ്പോൾ ആൻസർ എത്ര വരും? 2 10 ഗുണം 2 20. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 240ന് എത്ര പേരുണ്ട്? 20 ഫാക്ടറുകളുണ്ട്. ഇനി ശരിക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരം അപ്പം തന്നെ എനിക്ക് പിടികിട്ടും. 240 ആകാനല്ലാതെ വേറെ വഴികളൊന്നുമില്ല. 240 ആകും. എന്തുകൊണ്ടാണെന്നുള്ളത് ഒരു ഗസ്സും കൂടെ പറഞ്ഞു തരാം. ഈ 156നകത്ത് 5 10 തുടങ്ങിയ ആളുകൾ ഫാക്ടറുകളായി എന്തായാലും വരുന്നില്ല. അപ്പൊ 2 പേരുടെ എണ്ണം അവിടെ മാറി. ഇനി ഇവിടെ 172ലേക്ക് വരുമ്പോൾ 3 വരില്ല, 5 വരില്ല, 10 വരില്ല എന്നായി. ശരിയല്ലേ? ഇനി മനസ്സിലാക്കുക, 5ഉം 10ഉമേ അവിടെ ഫാക്ടറുകളായി വരാതെ ഉള്ളോ? അല്ല മക്കളെ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുടെ കാര്യം മാത്രമേ പറഞ്ഞോളൂ. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എഴുതി നോക്ക്. എടാ, 156ന് എത്ര നമ്പർ ഓഫ് ഫാക്ടർ ഉണ്ട്? 172ന് എത്ര നമ്പർ ഓഫ് ഫാക്ടർ ഉണ്ട് എന്നൊന്ന് താഴോട്ടൊന്ന് കമന്റ് ചെയ്തേ. ഇനി കോമൺ സെൻസ് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റ് 240നാണ് ഏറ്റവും കൂടുതലാകുന്ന ഫാക്ടറുകൾ വരുന്നതെന്ന്. ഓക്കെ ആണോ? അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി. അപ്പൊ 2 പേരുടെ എഴുതാൻ മറക്കരുത്. താഴേക്ക് ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കണേ. അടുത്ത ചോദ്യം നോക്കേടാ. പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ഓഫ് 5 ഇൻ ദ നമ്പർ 3675149. ഇവിടെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനം. ഏത് സ്ഥാനത്താണ് കിടക്കുന്നത്? 1000ന്റെ സ്ഥാനത്താണ് ആര് കിടക്കുന്നത്? 5. അപ്പൊ 5000 വരും പ്ലേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 5 തന്നെയായിരിക്കും. ഡിഫറൻസ് അപ്പൊ എന്ത് വരും? 4995 എന്ന് വരും. ഓക്കെ ആണോ? ആൻസർ അപ്പൊ ആരാണ് വരിക? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, 4995. ഡൗട്ട് ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേടാ. ഈ ഒരു ചോദ്യം ലീനിയർ ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്ന ഒരു വകഭേദത്തിനകത്താണ് വരുന്നത്. പക്ഷെ ഇതൊന്നും അറിയാത്തവനും ഈ ചോദ്യം ചെയ്യാം. സിമ്പിൾ ആണ്, ഐഡിയ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇങ്ങോട്ട് നോക്കേ, ഞാൻ ഇവിടെ എഴുതും 3/11. ഇവിടെ ഞാൻ എഴുതുന്നു x/3. ഇനി ഞാൻ പറയുന്നു ഇവിടെ 7/11. ഇനി ഞാൻ എന്താ നോക്കണ്ടേ? ഇവന്മാരുടെ എല്ലാം ഡിനോമിനേറ്ററിനെ ഒന്നാക്കാൻ നോക്കണം. മക്കളെ, ഇവിടെ ഒരു 3 കൊണ്ടും അങ്ങനെയാണെങ്കിൽ മുകളിൽ 3 കൊണ്ട്. മക്കളെ, ഇവിടെ ഒരു 11 കൊണ്ടാണെങ്കിൽ മുകളിലും 11 കൊണ്ട്. മക്കളെ, ഇവിടെ ഒരു 3 കൊണ്ടാണെങ്കിൽ ഇവിടെയും ഒരു 3 കൊണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ഡിനോമിനേറ്ററുകൾ സെയിം ആയി. ഇനി ഞാൻ ആരെ മാത്രം പരിഗണിക്കണം? ന്യൂമറേറ്ററുകളെ മാത്രം. നോക്കേടാ, 3 ഗുണം 3 എത്ര മക്കളെ? 9. 11 ഗുണം എക്സ് എത്ര പേരൂടാ? 11x. 7 ഗുണം 3 എത്ര പേരൂടാ? 21. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷനിനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് 9നും 21നും ഇടയിലുള്ളതായ ഒരു വില എനിക്ക് കിട്ടുന്നത് എന്ന് നോക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ കിട്ടും. ഓക്കെ ആണോ? ഇപ്പൊ എക്സിന് 1 കൊടുത്താൽ 9 11 21 എന്ന് വരും. എക്സിന് 0.5 കൊടുത്താൽ
അവിടെ അവിടെ 11 ഗുണം 0.5 എന്ന് പറഞ്ഞാൽ 5.5 വരും, അതായത് 9നും താഴെ പോകും. ഇനി 2 കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 22, 21 മുകളിൽ വരും. 3 കൊടുക്കുന്നെങ്കിൽ 33, അതും 21 മുകളിൽ വരും. ഇടയിൽ നിൽക്കുമ്പോൾ ആര് മാത്രമേ സാധ്യതയുള്ളൂ? അവിടെ എ ആകുന്ന 1 എന്ന് പറയുന്ന വാല്യൂ മാത്രമേ എക്സിന് കൊടുക്കപ്പെടാൻ സാധ്യതയുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ചുമ്മാ അങ്ങ് എഴുതി മാറ്റാൻ പറ്റുന്നതാണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആക്ച്വലി ഒരു അപ്രോക്സിമേറ്റഡ് ആകുന്ന രീതിയിലുള്ള ഒരു വാല്യൂ ആണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതെന്താണെന്നുള്ളത് ആക്ച്വൽ വാല്യൂ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ അത് പറയുന്നില്ല, ഞാൻ ഇതിന്റെ കോമൺ സെൻസിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുതരാം. ഇതിനകത്ത് 1+ എന്ന് തന്നിട്ടുണ്ട്. അതായത് എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം 1ന് മുകളിലാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി വരുവോ സി വരുവോ? രണ്ടുപേരും വരില്ല. ഇനി മനസ്സിലാക്കുക, 1/2ന്റെ പകുതി 1/4, 1/4ന്റെയും പകുതി 1/8, അതിന്റെയും പകുതിയാണ് 1/6 എന്ന് പറയുന്നത്. അതായത് ഞാൻ ഈ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആളുകളെ മൊത്തമായി കൂട്ടിയാൽ 1ന് മുകളിൽ പോകാനുള്ള സാധ്യത യാതൊരു കാരണവശാലും ഇല്ല. എന്നാണെങ്കിൽ 1+1 എന്ന് പറയുന്നത് ഇനി വരാൻ സാധ്യതയുള്ളത് ആര് മാത്രമാണ്? 2 എന്ന് മാത്രമാണ്. ഇതും അപ്രോക്സിമേറ്റഡ്. ഇത് മൊത്തത്തിൽ ചെയ്യുമ്പോൾ ആൻസർ ഒരു 1.9 സംതിങ് എന്നായിരിക്കും വരുന്നത്. പക്ഷെ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ദാണ്ടെ മിക്സഡ് ഫ്രാക്ഷൻ ആകുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. 3 and 1/2 plus 5 and 2/3 minus 4 and 7/6. ആദ്യം നിങ്ങൾ ആ ഹോൾ നമ്പേഴ്സിനെ അങ്ങ് എടുക്കുക. ഏതാ? 3ഉം 5ഉം 4ഉം. 3 + 5 8, 8 - 4 is 4. അപ്പൊ എൻ്റെ ആൻസർ എത്ര ആയി? 4 ആയി. അപ്പൊ തന്നെ എനിക്ക് ഉറപ്പിച്ചു എന്തായാലും 8 വരില്ല, 12 വരില്ല, ഇനി 4 അല്ലെങ്കിൽ 2 ആകാനാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താ ചെയ്യണ്ടേ? പ്ലസ് ഇനി അവിടെ ഉള്ള ബാക്കി ആളുകളെ നോക്കടാ. 1/2 plus 2/3 minus 7/6. ശരിയല്ലേ? ഇനി ഞാൻ അവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് എന്താണ്, LCM അങ്ങോട്ട് ഇട്ടാൽ മതി. ഇതാ ഇവിടെ ഒരു മൊത്തത്തിൽ 6 അല്ലേ LCM വരുന്നത്. അപ്പൊ ഇവിടെ ഒരു 3 കൊണ്ട്, ഇവിടെയും 3 കൊണ്ട്, 6 ആയതുകൊണ്ട് ഇവിടെ 2 വരും, ഇവിടെയും 2, അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി നോക്കേ, 3 × 1 3, 2 × 2 4, അപ്പൊ 4ഉം 3ഉം കൂടെ ആകുമ്പോൾ 7, 7 - 7 എന്ന് പറയുന്നത് 0. അതായത് നിലവിൽ 4 + 0 എന്നാണ് വരിക. സോ 4 + 0 is 4. ഓപ്ഷൻ സി is the correct answer. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കേടാ. എൻ്റെ കയ്യിൽ എത്രയോ ഒരു തുക ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതിലെ 1/4 ആകുന്ന ഭാഗത്തിന് ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്നു. അതേപോലെ 1/8 ഭാഗം ഞാൻ പിസ്സ വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്നു. എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നതായ തുകയെന്ന് പറയുന്നത് 40 ആണ് എന്നൊരു പെൺകുട്ടി പറയുകയാണ്. എങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ ഏറ്റവും ആദ്യം എത്ര രൂപ ഉണ്ടായിരുന്നിരിക്കണം? മക്കളെ, ഈ ഒരു ചോദ്യം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും ആദ്യം നമ്മൾ എന്താ ടോട്ടൽ എക്സ്പെൻസ് എത്ര എന്ന് കണ്ടുപിടിക്കുക. 1/4 + 1/8, 1/4 + 1/8. ടോട്ടൽ എക്സ്പെൻസ് എത്ര ആയിരിക്കും മക്കളെ വരുന്നത്? ഒന്നുമില്ല, നമുക്കിവിടെ LCM എടുക്കാൻ അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കും. 2 × 2 കണ്ടോ, മുകളിലും താഴെയും 2 കൊണ്ട് ഗുണിച്ചു. ഇനി എന്താ വരുന്നത്? 2 1 എത്ര വരും? 3/8. ഇതാണ് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. എത്ര വരും ഇവിടെ? 3/8 ആണ് ടോട്ടൽ എക്സ്പെൻസ്. ഇനി മനസ്സിലാക്കുക, മൊത്തമാകുന്ന എക്സ്പെൻസ് കിട്ടി. മൊത്തം എൻ്റെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നിരിക്കും? ഫ്രാക്ഷൻ എന്നുള്ള രീതിയിൽ പരിഗണിക്കുമ്പോൾ മൊത്തം എൻ്റെ കയ്യിൽ 1 ഉണ്ടാകും. അതിലെ 3/8 ഞാനിപ്പോൾ ചെലവാക്കി. എങ്കിൽ എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നത് 3നും 8നും ഇടയിലുള്ള ഗ്യാപ്പ് എത്ര നോക്കിയാൽ മതി. 8 - 3 5. ഓക്കെ ആണോ? ദാറ്റ് ഈസ് 5/8 ആണ് ഇനി എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 5/8 ഏത് മൂല്യത്തിന് തുല്യമാണ്? 40 എന്ന മൂല്യത്തിന് തുല്യമാണ്. എങ്കിൽ 1 എന്തിന് തുല്യമാണ് എന്നാണ് കണ്ടുപിടിക്കാൻ അവർ പറയുന്നത്. സിമ്പിളായിട്ട് ഈ 5ഉം ഈ 40 കൂടെ എനിക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ എൻ്റെ ആൻസർ എത്ര വരും? 8 എന്ന് വരും. ഇനി എങ്കിൽ ഈ 8നെ നിങ്ങൾ അങ്ങോട്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1/8 എന്ന് പറയുന്നത് 8 ആണെങ്കിൽ, 1/8 എന്ന് പറയുന്നത് 8 ആണെങ്കിൽ 1 എത്ര ആയിരിക്കും? 8 × 8 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 64. സോ ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ എ 64. ഓക്കെ ആണോ? ഇവിടെ ഇതൊന്നും വലിയ ചോദ്യങ്ങളൊന്നും അല്ല. ഞാൻ ഇത് പറയാൻ വേണ്ടി എടുക്കുന്നതായ സമയത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ മുമ്പിലുള്ളൂ. ഭയങ്കര എളുപ്പമാണ് ഈ ചോദ്യം ചെയ്യാൻ. ഇനി ഈ ഒരു ചോദ്യം നോക്കേ, ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. 1.75, 5.6 ആൻഡ് 7. ഇവന്റെ LCM വേണം, HCF വേണം. എങ്ങനെ കണ്ടുപിടിക്കും? ഈ പറയുന്ന 175/100 എന്ന് എനിക്ക് ആരെ എഴുതാം? 1.75 എഴുതാം. തെറ്റുണ്ടോ? ഇല്ല. ഇവനെ എനിക്ക് വെട്ടി ചെറുതാക്കാം. എത്ര കൊണ്ട് വെട്ടാടാ? 25 കൊണ്ട് വെട്ടാം. 25 ഗുണം എങ്ങനെ വരും മക്കളെ? 7 ആണ് 175. 25 ഗുണം 4 ആണ് 100. ദാറ്റ് ഈസ് വെട്ടി ചെറുതാക്കുമ്പോൾ എനിക്ക് 7/4 വരും. അങ്ങനെയാണെങ്കിൽ 5/6 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സോറി, 5.6 ദാറ്റ് ഈസ് 56/10 എനിക്ക് എങ്ങനെ വെട്ടി ചെറുതാക്കാൻ പറ്റും?
2 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം അല്ലേ, 2 കൊണ്ടൊന്ന് വെട്ടിച്ചെറുതാക്കേ. അപ്പോൾ എത്ര വരും മക്കളെ? 28 ഡിവൈഡഡ് ബൈ എത്ര എന്നാ വരിക? 5 എന്ന് വരും. ഇനി അവശേഷിക്കുന്ന ആൾ ഇനി ഒരാളും കൂടെ ഉള്ളൂ, ദാറ്റ് ഈസ് 7 ഡിവൈഡഡ് ബൈ 1 എന്നങ്ങ് എഴുതിയാൽ മതി. മൂന്നാമത്തെ നമ്പർ 7 അല്ലേ, 7നെ എനിക്ക് 7/1 എന്ന് എഴുതാം. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? LCM കണ്ടുപിടിക്കണം. ഇനി ആരെ കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം. ഇവിടെ LCM കണ്ടുപിടിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? മുകളിൽ LCM കണ്ടുപിടിക്കുന്നു, അത് എഴുതുന്നു ആരുടെ? ന്യൂമറേറ്ററിൻ്റെ. താഴെ ഞാൻ HCF കണ്ടുപിടിക്കുന്നു, ആരുടെ? ഡിനോമിനേറ്ററിൻ്റെ, അത് അവിടേക്ക് എഴുതുന്നു. ഇനി HCF ആണെങ്കിലോ, HCF ആണ് എന്നാണെങ്കിൽ ഞാൻ ന്യൂമറേറ്ററിനകത്ത് ആരെ എഴുതണം? ന്യൂമറേറ്ററിനകത്ത് ഞാൻ ആരെ എഴുതണം? ന്യൂമറേറ്ററിനകത്ത് ഞാൻ HCF എഴുതണം, ആരുടെ? ന്യൂമറേറ്ററുകളാകുന്നവന്മാരുടെ HCF എഴുതണം. ഡിനോമിനേറ്ററിൽ ഞാൻ LCM എഴുതണം, ആരുടെ? ഡിനോമിനേറ്ററിലുള്ളതായ ആളുകളുടെ LCM എഴുതണം. ശരിയല്ലേ? ഇനി വളരെ വേഗത്തിൽ കാര്യം നടക്കും. ഇത് ഇക്വേഷൻ ഞാൻ നിങ്ങൾക്കൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി എഴുതിയതാണ് കേട്ടോ. ഇനി ഇതാ കാര്യങ്ങൾ നോക്കിക്കോടാ. താണ്ട് ശ്രദ്ധിച്ചു നോക്കിക്കോണേ. ഇവിടുത്തെ ന്യൂമറേറ്ററുകൾ ആരൊക്കെയാ? 7, താണ്ട് 28, 7. LCM ഇവന്മാർക്ക് എത്രയാ വരിക? LCM എന്തായാലും ആ കൂട്ടത്തിലെ വലിയവൻ ആരാണെന്ന് നോക്കിയാൽ മതി. കാര്യം എന്താ? 28 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വലുതാകുന്നത് 28 ആണ്. 28 തന്നെ എടുത്തു. ഇനി ഡിവൈഡഡ് ബൈ 5, 4, 1 അവന്മാരുടെ എന്തു വേണം? HCF വേണം. ഇവന്മാരെല്ലാം കോപ്രൈമുകളാകുന്ന കണ്ടീഷനിലുള്ള ആളുകളാണ്. അതുകൊണ്ട് 1 ആണ് അതിൻ്റെ. അപ്പോൾ 28/1 എന്ന് വരും. സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും വരില്ല. 28 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 28 തന്നെ അല്ലേ കുട്ടികളെ? ആണ്. അങ്ങനെയാണെങ്കിൽ ബിയും ഡിയും വരില്ല അല്ലേ? ഓപ്ഷൻ ബിയും വരില്ല, ഓപ്ഷൻ ഡിയും വരില്ല. ഇനി നമുക്ക് ആരുണ്ട് അവിടെ? ഇനി HCF കണ്ടുപിടിക്കണം അല്ലേ? HCF എന്ന് പറയുന്നതാകുന്ന ആളിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എടാ 7, 28, 7. HCF എത്രടാ? 7 തന്നെയല്ലേ വരൂ? അതെ. ഇനി ഇവന്മാരുടെ LCM ആണ്. കോപ്രൈം നമ്പറുകളുടെ LCM കണ്ടുപിടിക്കാൻ നമ്പറുകൾ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5 × 4 എത്ര വരൂടാ? 20. ഇവന്റെ ആൻസർ വെക്കം കിട്ടണമെന്നാണെന്നുണ്ടെങ്കിൽ, ഇവന്റെ ഡെസിമൽ എത്രയാണെന്ന് വെക്കം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 100ലേക്ക് എത്താൻ എത്രൻ്റെ കുറവുണ്ട് അതങ്ങ് അവിടെ ഗുണിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഗുണം 5. അപ്പോൾ ഇതെത്ര വരും? 0.35. എത്ര വരും മക്കളെ? HCF 0.35. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം നോക്കണം. ഇവിടെ x + y വിലയെന്ന് പറയുന്നത് 11 ആണെങ്കിൽ -1 + -1 വില എന്ത് വരുമെന്ന് അവർ ചോദിക്കുന്നത്. മക്കളെ ഇത് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളൂ. എടാ 2 ഈവൻ നമ്പറുകൾ കൂട്ടിയാൽ എൻ്റെ ആൻസർ എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? ഒരു ഈവൻ ആകുന്ന നമ്പർ ആയിരിക്കും. അതുപോലെ ഒരു ഓഡ് നമ്പറിനോടൊപ്പം മറ്റൊരു ഓഡ് നമ്പർ കൂട്ടിയാൽ എനിക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? 5 3 8, 7 5 12 എല്ലാം എന്ത് തന്നെ എനിക്ക് കിട്ടാൻ പോകുന്നത്? ഈവൻ ആകുന്ന നമ്പറുകൾ തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷേ ഒരു ഓഡ് നമ്പറിനെയും ഒരു ഈവൻ നമ്പറിനെയും കൂട്ടിയാലേ എനിക്ക് ആരെ കിട്ടൂ? ഒരു ഓഡ് ആകുന്ന നമ്പറിനെ കിട്ടും. ഇവിടെ തന്നിട്ടുള്ള 11 ഒരു ഓഡ് നമ്പറാണ്. അതായത് ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും കൂടെ കൂട്ടുമ്പോഴാണ് എനിക്ക് ആ 11നെ കിട്ടിയിട്ടുള്ളത് എന്നാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ആൾ ആരെങ്കിലും ഒരാൾ ഓടാണെങ്കിൽ മറ്റേ ആൾ ഈവൻ ആയിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -1 എക്സ് ഞാനിപ്പോൾ ഒരു ഓഡ് നമ്പർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ വൈ ഈവൻ ആയിരിക്കും. എക്സ് ഓഡ് ആണെങ്കിൽ -1 ആ ഓഡ് നമ്പർ ആണെങ്കിൽ -1 എന്ന് ആൻസർ വരും. പ്ലസ് വൈ എന്ന് പറയുന്ന ആൾ ഈവൻ ആണെങ്കിൽ എൻ്റെ ആൻസർ 1 എന്നായിരിക്കും വരുന്നത്. 1 - 1 വിൽ ബി 0. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദി വാല്യൂ. കണ്ടോ കോൺസെപ്റ്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടുന്ന് വന്നതെന്നുണ്ടോ? എനിക്ക് ആക്ച്വലി ഇതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് ആ കോൺസെപ്റ്റുകൾ ഒന്നുകൂടി ആഴത്തി ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ. ശരി, അടുത്തതാകുന്ന ചോദ്യം നോക്കിയാണല്ലേ. ഇത് ഒരു പാർട്ട്ണർഷിപ്പ് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റനാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. പ്രോഫിറ്റ് എന്ന് പറയുന്ന ആളിനെ നമ്മൾ എങ്ങനെ എഴുതണമെന്ന് ചോദിച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം എന്ന രീതിയിൽ എഴുതണം. ഇനി അതുപോലെ മനസ്സിലാക്കണം എങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന ആളിനെ ഞാൻ എങ്ങനെ എഴുതണം? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന രീതിയിൽ എഴുതണം. ഇത് ആക്ച്വലി റേഷ്യോകൾ എഴുതാൻ വേണ്ടുന്നതാകുന്ന ഒരു എളുപ്പമാകുന്ന കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് ജസ്റ്റ് കൊണ്ടുതരുന്നൊരു കാര്യമാണ്. ഇനി ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം പിടികിട്ടും. 3 men entered into a business in partnership for 14 months, 8 months and 7 months respectively. If their ratio of profit is 5:7:8, then what is the ratio of investment? ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് എങ്ങനെ എഴുതേണ്ട? P/T. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പ്രോഫിറ്റിൻ്റെ ആളുകളെ അതേപോലെ അങ്ങ് എഴുതേ. 5 7, ഇനി ആരാ ഉള്ള മക്കളെ? 8. ഇനി എന്ത് ചെയ്യണം? താഴെ ഡിവൈഡഡ് ബൈ ടൈമുകൾ കറസ്പോണ്ടിങ് എഴുതണം. ബൈ 14 ബൈ എത്ര വരും ഇവിടെ? അവിടെ ബൈ എത്രയാ? 8. അടുത്തത് എത്രയാ? ബൈ 7. ശരിയല്ലേ? ഇനി നടുക്ക ഈസ്റ്റു ചിഹ്നം അങ്ങ് ഇട്ടാൽ മതി. ഇതാണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. പക്ഷേ ഇത് അതിൻ്റെ ഹോൾ നമ്പറിലേക്ക് കൺവേർട്ട് ആയില്ലല്ലോ, ഫ്രാക്ഷൻ ഇല്ലല്ലേ കിടക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ സിംപ്ലി ഇവനെ കൺവേർട്ട് ചെയ്ത് മാറ്റണം.
അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെ കൊണ്ടാണ് മൊത്തത്തിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ LCM ഓഫ് 14, ആരാ ഉള്ള 8, പിന്നെ ആരാ ഉള്ള 7, ഇവന്മാരെ കൊണ്ട് നമുക്കവിടെ LCM എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ സ്ലാഷ് മെത്തേഡ് വഴി LCM ആരാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ 7 കൊണ്ട് വെട്ടുമ്പോൾ ഇതെന്താ കൂടെ 2 ആകും. ഇനി അവിടെ 2 കൊണ്ട് വെട്ടുമ്പോൾ ഇതെത്ര വരും കൂടെ? ഇവിടെ എന്ന് പറയുന്നത് 4 വരും. ഇനി ഒരു 4 കൂടെ എടുത്താൽ മതി. അപ്പോൾ 7 2 14 ഗുണം 4 എന്ന് പറയുന്നത് 56. 56 കൊണ്ട് മൊത്തത്തിൽ ഗുണിച്ചാൽ മതി, ഇവൻ്റെ ആൻസർ മാറിക്കോളും. ഓക്കെ ആണോ? 56 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും മക്കളെ? 14 മാറ്റി ബാലൻസ് 5 ഗുണം 4 എത്ര വരും? 20 വരും ഈസ്റ്റ്. ഇനി മൊത്തത്തിൽ 56 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? താഴത്തെ 8 പോകും. 4 ഗുണം 2 കഴിച്ചാൽ ഇനി അവിടെ ഒരു 7. 7 ഗുണം 7 എത്ര വരും ഇവിടെ? 49 ഈസ്റ്റും. ഇനി അവിടെ എന്താ? ഇത് നോക്കി തന്നെ പറയാം. ഇവിടെ ഡിനോമിനേറ്ററിൽ 7 മാറിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ എത്ര ബാക്കിയുണ്ട്? 4 ഗുണം 2 8 എത്ര വരും? അപ്പോൾ 64. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? സ്ലാഷ് മെത്തേഡിന്റെ ഏറ്റവും വലിയൊരു പ്രയോജനം വരുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് കേട്ടോ. അപ്പോൾ 20:49:64 എന്ന ആൻസർ വരും. കിട്ടിയല്ലോ? ഐഡിയ കിട്ടിയല്ലോ? അടുത്ത ചോദ്യം നോക്കേട്ടാ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയുന്ന ആൾ ഈക്വൽ ടു 3t ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മുടെ അടുത്ത് പറയുകയാണ് എക്സ്പ്രസ് ടി ആസ് എ പെർസെൻറ്റേജ് ഓഫ് എസ് പ്ലസ് ടി. നിങ്ങളെ സംഭവം ഒന്നുമില്ല. ആദ്യം നിങ്ങളിവിടെ എസ് ഈസ്റ്റ് ടി അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ നോക്കുക, അല്ലെ എസ് ബൈ ടി കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ എന്തോ വരും ഇവിടെ? എസ് ഡിവൈഡഡ് ബൈ ടി ഈസ് ഈക്വൽ ടു 3/2 എന്ന് വരും. ശരിയല്ലേ? ഇനി അവർ ചോദിക്കുന്നത് എക്സ്പ്രസ് ടി ആസ് എ പെർസെൻറ്റേജ് എന്നാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ടി ആസ് എ പെർസെൻറ്റേജ് ഓഫ് എസ് പ്ലസ് ടി എന്ന് പറയുമ്പോൾ ടിയുടെ വാല്യൂ എത്രയാണ് മക്കളെ? ഇവിടെ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന റേഷ്യോയിൽ എവിടെയുള്ള? ദാണ്ട ഇവിടെയുണ്ട്. അതുകൊണ്ട് 2 എഴുതി. ആസ് എ പെർസെൻറ്റേജ് ഓഫ് എസ് പ്ലസ് ടി അല്ലേ? എസ് പ്ലസ് ടി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടണം. അപ്പോൾ എത്രയായി? ബൈ 3 + 2. അപ്പോൾ എത്ര വരും? 5 × 100 എന്നങ്ങ് കൊടുത്താൽ മതി. ആൻസർ എത്രയാണ് വരുന്നത്? 5 കൊണ്ട് വെട്ടുമ്പോൾ 20. 5 കൊണ്ട് വെട്ടുമ്പോൾ എത്ര വരും മക്കളെ? ഇവിടെ 20. 20 ഗുണം 2 എത്രയാണ് വരിക? 40% ഇതിൻ്റെ ആൻസർ. ഓക്കെ ആണോ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? കിട്ടി. അടുത്ത ചോദ്യം നോക്കേടാ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് വേസ്റ്റേജ് മെറ്റീരിയൽ ഇൻ കൺവേർട്ടിംഗ് എ സിലിണ്ടർ ഓഫ് ബേസ് diameter 10 and height 20 into a cone of equal base but double the height of the cylinder. മക്കളെ ഇവിടെ വേസ്റ്റേജ് കണ്ടുപിടിക്കാൻ വോളിയം വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ ആണോ? ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ വി ഓഫ് സിലിണ്ടർ ദാറ്റ് ഈസ് വോളിയം ഓഫ് സിലിണ്ടർ ബൈ വി ഓഫ് കോൺ ദാറ്റ് ഈസ് വോളിയം ഓഫ് കോൺ. ഇത് അങ്ങോട്ട് എഴുതിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോണേ. വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് πr²h ആണ്. ഡൗട്ട് ഇല്ലല്ലോ. ഇനി വോളിയം ഓഫ് എ കോൺ എന്ന് പറയുന്നത് 1/3 ഇൻറ്റു പൈ ഇൻറ്റു അവർ സെയിം ബേസ് എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് 6 തന്നെ എടുക്കാം. πr² ഇൻറ്റു ഡബിൾ ദ ഹൈറ്റ് എന്ന് അവിടെ പറയുന്നുണ്ട്, സോ 2h. കണ്ടോ? ക്യാൻസൽ ആകുന്നവന്മാരെ മൊത്തമായി അവിടെ നിന്ന് വെട്ടിമാറ്റൂ. അപ്പോൾ പയ്യെ വെട്ടിപ്പോകും. r² വെട്ടും, h വെട്ടും. ഇനി ഇവിടെ എന്ത് കിട്ടും? ഈ 3 അങ്ങ് മുകളിലും പോവും, 2 അവിടെയുണ്ട്. ഇവിടെ ഒരു 2 കിടപ്പുണ്ട്. ആൻസർ എന്ത് വരും? ഇവിടെ 3/2 എന്ന് വരും. എങ്കിൽ അവിടുത്തെ വേസ്റ്റേജ് എന്താണ് എന്ന് ചോദിച്ചാൽ താണ്ട് ഈ 3 എന്ന് പറയുന്നത് 2 ആയി മാറി. ദാറ്റ് ഈസ് 3 - 2. ശരിക്കും അവിടെ എത്ര ഉണ്ടായിരുന്നു? താണ്ടെ വോളിയം ഓഫ് ദ സിലിണ്ടറിന് കറസ്പോണ്ടിങ് ആകുന്നത് 3 ഇൻറ്റു 100. അപ്പോൾ ആൻസർ എന്ത് വരും ഇവിടെ? ഇൻറ്റു 100 വരുമ്പോൾ 3 - 2 1 അല്ലേ? 1/3 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ? 33.33% എന്ന് പറഞ്ഞ് അങ്ങ് പോവും. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം മക്കളെ. ഈ ഒരു ചോദ്യം നോക്കിയടാ. വാട്ട് ഈസ് ദ ഗെയിൻ പെർസെൻറ്റേജ് വെൻ ആർട്ടിക്കിൾസ് ബോട്ട് അറ്റ് 6 pieces for ₹5 ആൻഡ് സോൾഡ് അറ്റ് 5 pieces for ₹6? അപ്പോൾ നിലവിൽ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 5 എന്നുള്ള രൂപയ്ക്കാണ് 5 രൂപയ്ക്കാണ് അവരെന്ത് ചെയ്തേക്കുന്നത്? ഒന്ന് സൂക്ഷിച്ച് നോക്കണടാ. ഈ ചോദ്യം എളുപ്പമുള്ള മെത്തേഡിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇവിടെ 6 പീസുകൾക്കെന്ന വണ്ണം 5 രൂപ ഈടാക്കിയിട്ടുണ്ട്, 5 rupees. അതുപോലെ 5 പീസുകൾ വിറ്റത് എത്ര രൂപയ്ക്കുമാണ്? 6 rupeesന് ആണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. ഈ 6ഉം ഈ 6ഉം കൂടെ ക്രോസ് മൾട്ടിപ്ലൈ. എത്ര വരും ഇവിടെ? 6 × 6 എന്ന് പറയുന്നത് 36 മൈനസ് ഈ 5ഉം ഈ 5ഉം കൂടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എത്ര വരും? 25. ഓക്കെ ആണോ? ദ ഹോൾ ഡിവൈഡഡ് ബൈ
ഈ കിടക്കുന്ന 5നെ കണ്ടു, ആ 5ൻ്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. 5ൻ്റെ സ്ക്വയർ ഇൻറ്റു നമുക്ക് എന്താ വേണ്ടേ അവിടെ വേണ്ട ഇൻറ്റു പെർസെൻറ്റേജിലെ വാല്യൂ അല്ലേ, അപ്പോൾ ഒരു ഇൻറ്റു 100 അങ്ങ് കൊടുത്താൽ മതി. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ എത്ര വരും ഇവിടെ 5ൻ്റെ സ്ക്വയർ 25 വരും. 25 100 വെട്ടുമ്പോൾ 4 വരും. 30 36 25 വെട്ടുമ്പോൾ എത്ര വരും 11. 11 ഗുണം 4 എന്ന് പറഞ്ഞാൽ എത്ര 44%. കണ്ടോ, വളരെ നിസ്സാരമായിട്ട് ആൻസർ കൈ കിട്ടിയത് കണ്ടോ. ശരി, അടുത്ത ചോദ്യം നോക്കിയാലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് ഇങ്ങനെ എഴുതാൻ അറിയത്തില്ല എന്നാണെങ്കിൽ എന്താണ് വഴി എന്നുള്ളത് ചിലർ ചോദിച്ചെന്നിരിക്കും. അവിടെ ഒരെണ്ണത്തിന് എത്ര രൂപ എന്നുള്ള കണക്ക് വെച്ച് നമുക്ക് നോക്കാവേ. ഇവിടെ 5 രൂപയ്ക്ക് 6 എണ്ണമെങ്കിൽ ഒരെണ്ണത്തിന് എത്ര ആയിരിക്കും? 5/6 റുപ്പീസ് ആയിരിക്കും ഒരെണ്ണത്തിന്. ഓക്കെ, ഞാനതെല്ലാം കൂടെ ഒന്നേന്ന് എഴുതി കാണിച്ചു തരാം. ആണ്ട് ഇവിടെ 6 പീസിന് 5 രൂപ എന്നാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് എത്ര ആയിരിക്കും? 5/6 ആയിരിക്കും. ഇനി 5 എണ്ണത്തിന് 6 രൂപ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വില എത്ര ആയിരിക്കും? അത് 6/5 ആയിരിക്കും. ഇത് തങ്ങളിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായത് എന്ത്? 6/5 മൈനസ് 5/6 ദ ഹോൾ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് കോസ്റ്റ് പ്രൈസ് ഏതാ? ഈ 5/6 അല്ലേ. 5/6 എന്ന് എഴുതുന്നു ഇൻറ്റു 100. ഈ സാധനത്തിൻ്റെ വില നമുക്ക് 44% എന്ന് തന്നെ കിട്ടും. ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഈ സ്റ്റെപ്പ് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ ഒരു സ്റ്റെപ്പ് സിംപ്ലിഫൈ ചെയ്താൽ കാര്യം മനസ്സിലാവും. എന്തായിരിക്കും വരിക? 36 - 25 ഡിവൈഡഡ് ബൈ 5ൻ്റെ സ്ക്വയർ ഇൻറ്റു 100. ഈ സ്റ്റെപ്പ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത്. സോ ഇതിൻ്റെ ആൻസർ എത്ര വരും? 44%. ഓക്കെ ആണോ? ഓപ്ഷൻ സി ഈസ് എ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കേടാ. ഈ ചോദ്യം നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബുദ്ധിമുട്ടിച്ചെന്ന് വരും. എ സെൽസ് ഗുഡ്സ് ടു ബി. എ ബിക്ക് സാധനം കൊടുത്തു അറ്റ് 25% പ്രോഫിറ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ബിക്ക് സാധനം കൊടുത്തു. ഓക്കെ ആണോ? എ എന്ന് പറയുന്ന ആൾ ബിക്ക് കൊടുത്തത് 100 രൂപയുടെ സാധനം എത്ര രൂപയ്ക്ക്? 25% പ്രോഫിറ്റിൽ, ദാറ്റ് ഈസ് 125. ഇനി എന്താ പറയുന്നത്? ഇവിടെ ആ 25% ആകുന്ന ആ കൂട്ടി വിറ്റത്, അതായത് ഈ 125 എന്ന് പറയുന്നത് 300 രൂപയ്ക്ക് തുല്യമാണ്. ഇനി എന്താ? സെൽസ് ദാറ്റ് ടു ബി സെൽസ് ദാറ്റ് ടു സി അറ്റ് 10% ലോസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 125ൻ്റെ 10% കൂടി കുറച്ചിട്ട് 125 രൂപയ്ക്കാണ് ബിക്ക് കിട്ടിയത്. ബി അത് 10% കുറച്ചിട്ട് സിക്ക് കൊടുത്തു. അപ്പോൾ ഈ 125ൻ്റെ 10% എന്ന് പറയുമ്പോൾ 12.5 വരുന്നത്. ശരിയല്ലേ? അതായത് 125 12.5 പോകുമ്പോൾ 112.5% സിക്ക് കിട്ടിയതാകുന്ന വില. ഓക്കെ ആണോ? എങ്കിൽ അവർ ചോദിക്കുന്നത് സീസ് കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു വാട്ട് പെർസെൻറ്റേജ് ഓഫ് എയുടെ കോസ്റ്റ് പ്രൈസ്? ഒന്നുമില്ല, 112.5 ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. നിങ്ങളെ സംഭവം സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ആ 300 എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ വെറുതെ തന്നിരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന ആൾക്ക് അവിടെ 100 രൂപയ്ക്കാണ് സാധനം കിട്ടിയിരിക്കുന്നത് എന്നാണെങ്കിൽ 25% ലാഭത്തിൽ അത് കൊടുത്തപ്പോൾ 300 രൂപ, 25% കൂട്ടി വിറ്റത് 300 രൂപയ്ക്ക്. ശരിയല്ലേ? അപ്പം നിലവിൽ 100 രൂപയുടെ സാധനം 125 രൂപയ്ക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇനി എന്താ പറഞ്ഞത്? ആ 125 രൂപയ്ക്ക് ബി വാങ്ങുന്ന ആ സാധനം, 125 എന്ന് പറഞ്ഞാൽ 300 രൂപയ്ക്ക് തുല്യമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ 125 രൂപയുടെ സാധനം ആർക്ക് കൊടുക്കുകയാണ്? സിക്ക് കൊടുക്കുന്നു. അത് 10% കുറച്ചാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 125ൻ്റെ 10% നോക്കണം. ആ 10% 125 കുറയ്ക്കുക, അത് 112.5. ആ വിലക്കാണ് സിക്ക് കിട്ടിയെന്ന് കണക്ക് വെക്കുക. എങ്കിൽ തുടക്കം നോക്കേ 100, ഇവിടെ നോക്കേ 112. അപ്പം 100 രൂപ എന്ന് പറയുന്ന എയുടെ കയ്യിൽ ഇരുന്നപ്പോഴുണ്ടാകുന്ന വിലയും സി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ഇരിക്കുമ്പോഴുണ്ടാകുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്, അതാണ് അവിടെ ചോദിക്കുന്നത്. അത് 12.5 അല്ലേ? 100ഉം 112.5 എത്ര വ്യത്യാസമുണ്ട്? 12.5 വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലേടാ? ഇനി അടുത്ത ചോദ്യം നോക്കേടാ. രാജ ഈസ് 3 times ഓൾഡ് ആസ് അരുൺ. രാജ എന്ന് പറയുന്ന ആള് 3 times ഓൾഡ് ആസ് അരുൺ ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് മനസ്സിലാക്കുന്നു? രാജ എന്ന് പറയുന്ന ആള് അതുപോലെ അരുൺ എന്ന് പറയുന്ന ആള് 3 times ഓൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അരുണിന്റെ പ്രായം X ആണെങ്കിൽ രാജ എന്ന് പറയുന്ന ആളുടെ പ്രായം അതിന്റെ 3 മടങ്ങായിരിക്കും. ദാറ്റ് വിൽ ബി 3x. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 3 years ago, 3 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നിലവിലുള്ള പ്രായത്തിൽ നിന്ന് 3 കുറയ്ക്കണം. ദാറ്റ് ഈസ് 3x - 3 x - 3. എന്താണ് അവിടെ സംഭവിച്ചത്? 3 years ago he was 4 times as old as Arun. ഒരു 3 വർഷം പുറകിലോട്ട് പോയാൽ 4 മടങ്ങ് എന്നുള്ള രീതിയിലേക്ക് വരും. അതായത് x - 3യുടെ 4 മടങ്ങെന്ന് പറയുന്നതാണ് 3x - 3 എന്ന് പറയുന്നത് എന്ന് വരും. ശരിയല്ലേ? 4 അകത്തേക്ക് മൾട്ടിപ്ലൈ. അപ്പോൾ എന്ത് വരും? 4x - 3 12 ഈസ് ഈക്വൽ ടു 3x - 3.
അപ്പോൾ നമ്മുടെ ആ ഒരു മെത്തേഡ് രണ്ടുപേരും എന്താ ഇവിടെ നോക്കിയാൽ ഇവിടെ 4 ഇവിടെ 3, അപ്പോൾ ഇനി ഇവിടെ ഒരു എക്സിന്റെ കുറവുണ്ട്. ഇനി എന്താ പറയണ്ടേ 12 3 രണ്ടുപേരുടെ സൈൻ ഒരുപോലെ മൈനസ് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദാ ഇവിടെയും കൂടെ വെട്ടാം. അപ്പോൾ ഇവിടെ ആൻസർ -9 വരും. അത് അപ്പുറം ചെല്ലുമ്പോഴത്തേക്ക് +9 ആവും. x is equal to 9. x is equal to 9. ഇനി അവർ ചോദിക്കുന്നത് ആരുടെ പ്രായമാണ്? ഹൗ ഓൾഡ് ഈസ് രാജ? രാജയുടെ പ്രായം എന്നാണ്. അപ്പോൾ എന്താ അത് 3x. 3 × 9 എത്രയാ വരിക? 27. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഈസ് രാജാസ് ഏജ്. 27 ആണ് രാജയുടെ പ്രായം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഏജ് ഓഫ് എ ആൻഡ് ഏജ് ഓഫ് ബി എന്ന് പറയുന്നത് 3:2 ആണ്. 3:2 ആണ്. 10 years hence the sum of their ages will be 80. എങ്കിൽ പ്രസന്റ് ഏജുകൾ എന്താണ് എന്ന് കണ്ടുപിടിക്കാം. മക്കളെ വളരെ നിസ്സാരമാണ്. ഇതാ നോക്കേടാ, അവിടുത്തെ റേഷ്യോ 3:2 അല്ലേ? 3:2 എന്ന് എഴുതി. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് ആകുന്ന വെട്ടിക്കളഞ്ഞ HCF കൂടെ അവിടെ പരിഗണിക്കുമ്പോൾ 3x 2x എന്നാകും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 10 years hence 10 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ താണ്ടി ഒരു +10 ഇവിടെ വരും, താണ്ടി ഇവിടെ ഒരു +10 വരും. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര വരണമെന്ന് അവർ പറയുന്നത് 80 വരണം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കേടാ, താണ്ടെ 10 10 20 20 കുറയുമ്പോൾ ഇവിടെ എത്ര വരും? 60. 3ഉം 2ഉം കൂടെ ആകുമ്പോൾ 5. 5 വെട്ടുമ്പോൾ എൻ്റെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 12. ഇനി പറ എൻ്റെ ഏജ് എത്രയാണ്? അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഏജ് എത്രയാ? 3 × 12. അതുപോലെ 12 × 2. 12 × 2 24, 12 3 36. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോടാ, എളുപ്പമല്ലേടാ? അടുത്ത ചോദ്യം നോക്ക്. ഇത് നമ്മുടെ ടൈം ആൻഡ് വർക്കുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യമാണ്. 6 ടൈപ്പിസ്റ്റുകളുണ്ട്. എത്ര ടൈപ്പിസ്റ്റുകളുണ്ട്? 6 പേര്. അവർക്ക് 16 ദിവസത്തേക്ക് ഒരു ജോലി കൊടുത്തു. ശരി, ഇനി എന്താ? അങ്ങനെയാണെങ്കിൽ 4 പേർക്ക് എത്ര ദിവസം എടുക്കും ആ ജോലി തീർക്കാൻ? വളരെ നിസ്സാരം. 6 പേര് 16 ദിവസം കൊണ്ട് തീർത്തു എങ്കിൽ 4 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കും? M1 D1 ഈസ് ഈക്വൽ ടു M2 D2. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ശരിയല്ലേ? ശരിയല്ലേടാ? ഇനി നമുക്ക് താണ്ടെ 16 താണ്ടെ ഇതും കൂടെ വെട്ടുമ്പോൾ ഇവിടെ 4. സോ എക്സിന്റെ വില എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? 24 ദിവസം. എക്സ് അതായത് 24 ദിവസം എടുക്കും 4 പേർക്ക് ആ ജോലി തീർക്കാൻ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം നോക്കാം. 200 men can dig a canal working for 8 hours a day in 6 days. How long it to take to dig the canal if 300 men work എങ്ങനെ 6 hours per day? കണ്ടോ, എത്ര ദിവസം എടുക്കും 6 മണിക്കൂർ എന്നുള്ള രീതിയിൽ പണിയെടുത്താൽ? താ നോക്കേടാ, ഇവിടെയും M1 D1 T1 ഈസ് ഈക്വൽ ടു M2 D2 T2 എന്ന കോൺസെപ്റ്റാണ് വരേണ്ടത്. അതായത് 200 പേരുണ്ട്, 8 മണിക്കൂർ വെച്ച് പണിയെടുക്കുന്നുണ്ട് 6 ദിവസം. അതുപോലെ 300 പേര് വന്നാൽ ഓരോ ദിവസവും 6 മണിക്കൂർ വീതം പണിയെടുത്താൽ എത്ര ദിവസം കൊണ്ട്? സോ എക്സ് എന്ന് കൊടുക്കും. എല്ലാം വെട്ടി ചെറുതാക്കിയാൽ തീർന്നു പ്രശ്നം. 2 0 വെട്ടി, ദാണ്ടെ 2 0 വെട്ടി, 6 6 വെട്ടി മാറ്റി. ഇനി എന്താ ഉള്ളത്? താണ്ടെ ഇവിടെ നോക്കേടാ, 3 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ എന്തുണ്ട്? 2 × 8. 8 × 2 എത്ര മക്കളെ? 16/3 ആണ് നമ്മുടെ ആൻസർ. 16/3 എന്ന് പറയുമ്പോൾ I3 15, ബാലൻസ് 1/3. സോ 5 and 1/3 ഡേയ്സ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആണ്. അടുത്ത ചോദ്യം നോക്കണം. A certain distance is covered at a certain speed. If half the distance is covered in double the time, what is the ratio of two speed? ഞാൻ ഇതൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറയുകയാണ്, നിലവിൽ എനിക്ക് 10 എന്ത് ഡിസ്റ്റൻസ്, സെർട്ടൺ ഡിസ്റ്റൻസ് 10 എന്ത് ചെയ്യാനുണ്ട്? 10 കിലോമീറ്റർ എനിക്ക് പോകാനുണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ ഈ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. 10 കിലോമീറ്റർ അല്ല, 10 മീറ്റർ പറഞ്ഞാൽ മതി. 10 മീറ്റർ കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ്. ഇനി ഞാൻ പറയാം, ഹാഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര വരുമായിരിക്കും? 5 മീറ്റർ വരും. ഈ 5 മീറ്റർ കവർ ചെയ്യാൻ ഞാൻ ഡബിൾ ദ ടൈം എടുത്താൽ അപ്പോൾ 2 സെക്കൻഡ് എന്തായി? 4 സെക്കൻഡായി എന്ന് മനസ്സിലാക്കിക്കോ. ഓക്കെ ആണോ? എങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് എന്നല്ലേ? സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. 10 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 4. കണ്ടോ മക്കളെ? ഇതിൻ്റെ ആൻസർ എത്ര വരും? വെട്ടി അങ്ങ് ചെറുതാക്കി എടുത്താൽ മതി. ആൻസർ പടപടാന്ന് ആൻസർ വരും. എന്തോ വരും ഇവിടെ? 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 5. എൻ്റെ ആൻസർ എത്രയായിരിക്കും വരിക? 5. ദാണ്ട് ഇതും കൂടെ വെട്ടുമ്പോൾ ഇവിടെ എത്ര വരും? 2 വരും. ഇനി ദാ ഈ 2ഉം ദാ ഈ ഒരു 2ഉം കൂടെ വെട്ടിക്കളഞ്ഞാൽ എൻ്റെ ആൻസർ 4 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് ഈസ് 4:1. കണ്ടോ? സിമ്പിൾ. ഒരു എക്സാമ്പിൾ വെച്ച് അങ്ങ് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ കേസിലും ചിലപ്പോൾ നമുക്ക് എല്ലാം ഒന്നും ഓർമ്മയിൽ കോൺസെപ്റ്റ് ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് ഇട്ടേക്കണം എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ.
A train passes a platform in 36 seconds and a man standing on the platform in 20 seconds. If the speed of the train is 54, then what is the length of the platform? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു മാൻ ആണ് അവിടെ നിൽക്കുന്നതെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും, ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു സ്പീഡ്. കണ്ടോ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്തിന് ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെ ആണെങ്കിൽ നിലവിലത്തെ ചോദ്യത്തിലെ ട്രെയിനിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും? സ്പീഡ് ഇൻറ്റു ടൈം. ദാറ്റ് ഈസ് ട്രെയിൻ ലെങ്ത് ഈസ് ഈക്വൽ ടു സ്പീഡ് 54 km/h ആണ്. നമുക്ക് എല്ലാ ആൻസറുകളും മീറ്ററിലായതുകൊണ്ട് നമുക്കവിടെ യൂണിറ്റ് കൺവേർഷൻ നടത്തണം. km/h നിന്ന് m/s മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു അവിടുത്തെ ടൈം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് എന്നാണ് തന്നിരിക്കുന്നത്? 20 സെക്കൻഡ്. സോ ഇൻറ്റു 20. ഇനി പറയുന്നതിൻ്റെ ആൻസർ എത്ര വരും? 18 3 54, 5 3 15 2 30. ദാറ്റ് ഈസ് 300 മീറ്റർ ആണ് ട്രെയിനിൻ്റെ ലെങ്ത്. ഓക്കെ ആണോ? ഇനി അവർ ചോദിക്കുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് അല്ല, പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് ആണ്. അതെങ്ങനെയാ മനസ്സിലാക്കണ്ടേ? എടാ, അവിടെ ഒരു പ്ലാറ്റ്ഫോം ട്രാവൽ ചെയ്ത് മാറുമ്പോൾ അതായത് പ്ലാറ്റ്ഫോമിനെ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യണം? ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ കടന്ന് അപ്പുറം പോകുമ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് ആണ്. അവിടുത്തെ ടൈം അവർ തന്നേക്കുന്നത് എത്രയാ? 36 സെക്കൻഡ് എന്നാണ്. അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷനിലും മാറുന്നില്ല. എഗെയിൻ അവിടെ എത്ര തന്നെ വരിക? 54 ഇൻറ്റു അവിടുത്തെ കൺവേർട്ട് ഒന്ന് ചെയ്തേടാ, 54 ഇൻറ്റു കൺവേർട്ട് ചെയ്ത് അവിടെ 5/18 എന്ന രീതിയിൽ എടുക്കാം. ശരിയല്ലേ? ഇനി നമുക്ക് ആൻസറിനകത്തേക്ക് വരണം. എടാ, ഇത് രണ്ടും കൂടെ കൺവേർട്ട് ചെയ്യുമ്പോൾ 5 × 3 15 വരും. 36 × 15. ഇനി ഇതാ ഇവിടുത്തെ ട്രെയിനിന്റെ ലെങ്ത് 300. ഇതങ്ങ് അപ്പുറം വരുമ്പോൾ -300. ഇതാണ് ആരുടെ ലെങ്ത്? ഇതാണ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജിറ്റ് സം മെത്തേഡ് അപ്ലൈ ചെയ്യാം. 6 3 എത്ര വരും? 9. 9 ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 0 വരും. ഇവിടെ എത്ര ഉള്ള? 3. അപ്പോൾ 0 - 3 എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്ര വരുന്നത്? -3. -3 എന്ന് വരുവാണെങ്കിൽ 9 ന്ന് 3. അപ്പോൾ 6 വരുന്ന ആൾ ആരുണ്ട് കൂട്ടത്തിൽ നിന്ന് നോക്കണം. ശരിയാണോടാ? 6 വരുന്നത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ്ട് ഓപ്ഷൻ സി ഇസ് എ കറക്റ്റ് ആൻസർ. 240. കണ്ടോടാ, 240. കണ്ടോ? ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഞാൻ ആ കോൺസെപ്റ്റ് വ്യക്തമാക്കി ഒന്ന് ഓർത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ശരി, അടുത്ത ചോദ്യം നോക്കേടാ. കള്ളൻ ഓടി എന്ത് ചെയ്യുന്നു? രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചോദ്യം. തീഫ് എസ്കേപ്പ് ചെയ്യുന്ന ചോദ്യം. മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിലേറ്റീവ് സ്പീഡ് എന്ന കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട. എ തീഫ് എസ്കേപ്സ് ഇൻ എ കാർ ഡ്രൈവിംഗ് അറ്റ് 60 km/h ടുവേർഡ്സ് എ സിറ്റി 400 km എവിടെ? ഇവിടെ ആ 400 km എവേക്ക് വലിയ പ്രസക്തി ഇല്ല. ഇനി എന്താ പറയുന്നത്? ഓൺലി ആഫ്റ്റർ 30 minutes ദ പോലീസ് സ്റ്റാർട്ടഡ് ടു ചേസ്. അപ്പോൾ 30 മിനിറ്റിന് ശേഷമാണ് അവിടെ ചേസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മളിത് പഠിക്കേണ്ടത് എങ്ങനെയാ? ഗ്യാപ്പ് എന്താണ്? എടാ, 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ കവർ ചെയ്യാനെന്നുള്ള രീതിയിലാണ് കള്ളൻ അവിടുന്ന് പോയേക്കുന്നത്. 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനെന്നുള്ള വണ്ണമാണ് കള്ളൻ അവിടുന്ന് പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 1 മണിക്കൂറിൽ അവൻ 60 കിലോമീറ്റർ പോകുമെങ്കിൽ 30 മിനിറ്റിൽ അവൻ എത്ര പോയിട്ടുണ്ടാകും? 30 കിലോമീറ്റർ പോയിട്ടുണ്ടാകും. അപ്പോൾ നിലവിൽ അരമണിക്കൂറിന് ശേഷം പോലീസുകാരൻ അവിടെ നിന്ന് അവനെ പിടിക്കാനായിട്ട് വണ്ടി അങ്ങോട്ട് എടുത്ത് നീങ്ങി തുടങ്ങുമ്പോൾ ഇവർക്കിടയിലുള്ള ഗ്യാപ്പ് എത്രയുണ്ട്? 30 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് അവിടുത്തെ ഗ്യാപ്പ്. ഓക്കെ ആണോ? ഗ്യാപ്പ് 30 കിലോമീറ്റർ ഉണ്ട്. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ വാട്ട് ഡിസ്റ്റൻസ് വിൽ ദ പോലീസ് ഹാവ് ടു കവർ ടു ക്യാച്ച് ദ തീഫ്? സാധാരണ ഇതിൽ എത്ര സമയത്തിന് ശേഷമെന്നാണ് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ ആദ്യം സമയം കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരാവേ. സമയം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇവർക്കിടയിലുള്ള ഗ്യാപ്പ് എത്രയാണ് മക്കളെ? 30. ഓക്കെ ആണോ? 30 ആണ് ഗ്യാപ്പ്. ഡിവൈഡഡ് ബൈ. ഇനി മനസ്സിലാക്കേണ്ട അടുത്തതാകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഗ്യാപ്പ് 30 ആണ്. ശരിയാ. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ സ്പീഡ് ഓഫ് ആ പോലീസുകാരൻ ആണോ അവിടെ എടുക്കേണ്ടത്? അല്ല, റിലേറ്റീവ് സ്പീഡ് ഓഫ് ബോത്ത്. അവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എന്താ? റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടുപേരും ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. പോലീസും അങ്ങോട്ട്, കള്ളനും അങ്ങോട്ട് ആയതുകൊണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു, ദാറ്റ് ഈസ് 80 - 60 എന്ന് പറയുന്നത് 20. ആ 20 കൊണ്ട് അവിടെ എടുക്കുമ്പോൾ എൻ്റെ സമയം എന്ന് പറയുന്നത് 3/2, ദാറ്റ് ഈസ് 1.5 hours. 1.5 മണിക്കൂറിന് ശേഷമായിരിക്കും പോലീസുകാരൻ ആ കള്ളനെ പിടിക്കുക. ഓക്കെ ആണോ? എങ്കിൽ ഈ 1.5 മണിക്കൂർ കൊണ്ട് ആ പോലീസുകാരൻ എത്രത്തോളം ദൂരം പോയിട്ടുണ്ടാകും എന്ന് ചോദിച്ചാൽ, ഡിസ്റ്റൻസ് എന്നതിൻ്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? ആണ്. ടൈം അവിടെ എത്രയാടാ? ടൈം പോലീസുകാരൻ അവിടെ എത്ര? 1.5 മണിക്കൂറിന് ശേഷമാണ് ആ കള്ളനെ പിടിക്കുന്നതെന്ന് പറഞ്ഞു. സ്പീഡ് എത്രയാടാ? 80. അത് ആക്ച്വൽ സ്പീഡ് തന്നെ പറയണം കേട്ടോ.
80 km/h വേഗതയിൽ പോകുന്ന ആൾ 1.5 മണിക്കൂറിന് ശേഷം ഒരു കള്ളനെ പിടിക്കുന്നു എങ്കിൽ അവിടെ എത്ര കിലോമീറ്റർ താണ്ടിയിട്ടുണ്ടാകും ആ സമയം കൊണ്ട് എന്ന് ചോദിച്ചാൽ 80ന്റെ ഗുണം 1 പ്ലസ് 0.5 അല്ലേ, 80ന്റെ പകുതി എത്ര വരും 40. അപ്പൊ നമ്മൾ 80 പ്ലസ് 40 എത്ര വരും ഇവിടെ, 8 4 12 120 വരും കേട്ടോ മക്കളെ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഏറ്റവും ആദ്യം ഇതിന്റെ ഗ്യാപ്പ് നമ്മൾ നോക്കുക. ഗ്യാപ്പ് എന്ന് പറയുന്നത് 30 ആണെന്ന് മനസ്സിലാക്കി, ഡിവൈഡഡ് ബൈ അവരുടെ സ്പീഡിന്റെ വ്യത്യാസം നോക്കുക, അത് എത്ര വരും 20 ആണെന്ന് മനസ്സിലായി. അതായത് 1.5 മണിക്കൂറിന് ശേഷം ആള് പിടിക്കപ്പെടും എങ്കിൽ ഈ 1.5 മണിക്കൂർ കൊണ്ട് പോലീസുകാരൻ എത്ര പോയെന്നറിയാൻ ഇതിന്റെ കൂടെ 80 ഗുണിച്ചാൽ മതി, അതായത് പോലീസുകാരന്റെ വേഗത ഗുണിച്ചാൽ മതി. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 120 കിലോമീറ്റർ എന്ന് വരും. കണ്ടോ, വളരെ നിസ്സാരം. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഞാൻ ആ കോൺസെപ്റ്റ് മൊത്തം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കാം മക്കളെ. ഈ ഒരു ചോദ്യം നോക്കേടാ മക്കളെ, ഈ ഒരു ചോദ്യം നോക്കേ. അരുൺ വാണ്ട്സ് ടു പേ 16,000 ക്യാഷ് ഫോർ എ കളർ ടെലിവിഷൻ. ബാല വാണ്ട്സ് ടു പർച്ചേസ് ദ സെയിം ഫോർ 17,776 after 2 years. If the rate of simple interest is 5% per annum, which of the deal is better for the shopkeeper? മക്കളെ, സംഭവം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരാൾ 16,000 രൂപയ്ക്ക് ഒരു ടി വി വാങ്ങുന്നു, മറ്റേ ആൾക്ക് 16,000 കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ സ്കീം പ്രകാരം കുറച്ച് തുക കൊടുത്തുകൊണ്ട് 2 വർഷം കൊണ്ട് അടച്ചു തീർക്കാം എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് ടി വി എടുത്തുകൊണ്ട് പോയി. ഇതിൽ ആര് കൊടുത്ത പ്രിൻസിപ്പൽ തുകയാണ് കൂടുതൽ എന്ന് കണ്ടുപിടിക്കണം. ആ കൂടുതൽ തുക ആരാണോ കൊടുത്തത് അതായിരിക്കും ബെറ്റർ ഡീൽ. ഈ ഒരു കാര്യം മാത്രം തലയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 16,000 രൂപ കൊടുത്തത് അരുണാണ്. അരുണിനേക്കാൾ കൂടുതലാകുന്ന പ്രിൻസിപ്പൽ തുക ഈ പറയുന്നതായ, ഒന്ന് ആലോചിക്കണേ, അരുണ് കൊടുത്തതിനേക്കാൾ കൂടുതലാകുന്ന, അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ സ്കീമിൽ കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രിൻസിപ്പൾ അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടാകുമല്ലോ. ആ പ്രിൻസിപ്പൽ ആകുന്നതായ തുക എന്താണെന്ന് കണ്ടെത്തുക. ഈ 2 പ്രിൻസിപ്പൽ ആകുന്ന തുകയിൽ ഏതാണ് വലുത്, അതായിരിക്കും ബെസ്റ്റ് ഡീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആദ്യത്തെ ആളുടെ കാര്യത്തിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, പക്ഷെ രണ്ടാമത്തെ ആളുടെ കാര്യത്തിലാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. എന്താണെന്ന് നോക്കിയടാ, 5% ആകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എന്ന രീതിയിലാണ് അവിടെ സെയിൽ നടത്തിയേക്കുന്നത്. ശരിയല്ലേ? ഇനി 5% എന്നാണെങ്കിൽ 1 വർഷത്തേക്കെന്നാ. ഇനി അത് 2 വർഷത്തേക്കാവുമ്പോൾ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? 10% കൺസിഡർ ചെയ്യാം. എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്കല്ലേ കൊടുത്തേക്കുന്നത്. 1 വർഷത്തേക്ക് 5% എങ്കിൽ 2 വർഷത്തേക്ക് എത്രയാകണം? 10% ആകണം. ഇത് എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആളൊരു ഫിക്സ്ഡ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ്. എങ്കിൽ നമ്മൾ പറയുന്നു, എടാ അങ്ങനെയുള്ളതാകുന്ന ഒരു 10% പരിഗണിക്കുമ്പോൾ നിലവിൽ പ്രിൻസിപ്പൽ തുക 100%, അതിൻ്റെ കൂടെ 10% ആകുന്ന പലിശയും കൂടെ ചേരുമ്പോൾ 100 + 10 110% ആയില്ലേ? ഈ 110% ആകുന്ന വിലയാണ് 776 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എത്രയാണ്, അതായത് 100% എത്രയാണ്. മക്കളെ, എങ്ങനെയാ അതിന് ചെയ്യുക? ഒരു പൂജ്യം വെട്ടി. കണ്ടോ? ഇനി എന്ത് ചെയ്യണം? താണ്ടെ ഇവനെ 11 കൊണ്ട് വെട്ടണം. എത്ര വരും ഇവിടെ? അതാ ഇവനെ 11 കൊണ്ടങ്ങ് വെട്ട്. 11 കൊണ്ട് വെട്ടുമ്പോൾ എത്ര വരും? ഇവിടെ 1 തവണ. ബാലൻസ് 6 ഉണ്ട്, 67-നകത്ത് 6 തവണ. ബാലൻസ് 1 ഉണ്ട്, 17-നകത്ത് 1 തവണ. ശരിയാണോ? 17-നകത്ത് 1 തവണ. ബാലൻസ് 6 ഉണ്ട്, അവിടെ എത്ര വരുമായിരിക്കും? 6 തവണ. കണ്ടോ? 1616. ഇനി ഇതാ ഇവിടെ ഒരു 10 ഉണ്ട്, രണ്ടും കൂടെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ 16160 എന്ന് വരും. അതായത് രണ്ടാമത് ഒരാൾക്ക് കൊടുത്തില്ലേ, അതാരാ? ബാലയ്ക്ക് കൊടുത്തത് മൊത്തത്തിൽ 17,776 രൂപയ്ക്കാണെങ്കിൽ അത് 2 വർഷത്തിന് ശേഷമാണ് 17,776 വരുന്നത്. അവിടെ എത്ര പ്രിൻസിപ്പൽ തുകയ്ക്കായിരിക്കും കൊടുക്കാമെന്നേറ്റത്? 16,160 രൂപയ്ക്കായിരിക്കും. അപ്പോൾ 16,000-നേക്കാൾ വലുതല്ലേ 16,160 എന്ന് പറയുന്നത് ആണ്. അതുകൊണ്ട് ഫ്രം ബാല, കണ്ടോ, ബാലയിൽ നിന്നുണ്ടായ കച്ചവടമാണ് അവിടെ എന്ത് ബെസ്റ്റ് ആയിട്ട് ആ ഷോപ്പ് കീപ്പറിന് മാറുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യം നോക്കാം. ഇതും പ്രിൻസിപ്പൽ ഇൻട്രസ്റ്റുമായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യം. ഓൺ എ സർട്ടൺ സം ഓഫ് മണി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years is 140. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 വർഷത്തേക്കാണ് എത്ര? 140 എങ്കിൽ 1 വർഷത്തേക്ക് അത് എത്രയാകണം? 70. അതിൻ്റെ പകുതി. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫിക്സഡ് അല്ലേ, അതുകൊണ്ടാണ്. ഇനി എന്താ? 4% per annum ആണ് അവിടുത്തെ റേറ്റ്. എങ്കിൽ ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ സെയിം സം അറ്റ് ദ സെയിം റേറ്റ് ഫോർ ദ സെയിം പീരീഡ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇനി മുമ്പോട്ടേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവ മുമ്പോട്ടേക്ക് പോകേണ്ടത്? ഒന്നുമില്ല, 2 വർഷത്തെ കോഡ് പാസ്കൽ ട്രയാങ്കിൾ ചെയ്ത് 1 to 1 ആണ്. ഈ 2-ന് താഴെ എഴുതേണ്ടത് നമുക്കറിയാം, ഇവിടെ പ്രിൻസിപ്പിൾ എഴുതണം, അത് നമുക്ക് അറിഞ്ഞുകൂടാ, വിട്ടേ. 2-ന് താഴെ എഴുതേണ്ടത് 1 വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര വരുമെന്നാണ്. എത്രയാണ് 1 വർഷത്തെ ഇൻട്രസ്റ്റ്? 70.
എത്ര ശതമാനം അവിടുത്തെ റേറ്റ്? 4%. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 70യുടെ 4% ഇതാ ഇവിടെ എഴുതണം. ശരിയല്ലേ? ആ 1 എന്ന് പറയുന്നത് ആരാ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേടാ. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചു വെച്ചേക്കുന്നത്. അപ്പോ ഇനി നിങ്ങൾ പറ, ഇവിടെ 70ന്റെ എത്ര ശതമാനം? 4%. അപ്പൊ 7 4 28, 2.80 എന്നായിരിക്കും ആൻസർ വരിക കേട്ടോ. അപ്പൊ 70ന്റെ 4% എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓരോ 0 വെട്ടി മാറ്റുക. അപ്പൊ 28 ഉണ്ട്, 2.80 എന്ന് വരും ആൻസർ. ഓക്കെ അല്ലേടാ? ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഇൻസ്ക്രൈബ്ഡ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 8 സെന്റിമീറ്റർ. നിങ്ങൾ ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ആദ്യമേ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യും. എടാ, സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എ ആണ് എന്നാണെങ്കിൽ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുന്നത് ആരായിരിക്കും? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ റൂട്ട്, ദാറ്റ് ഈസ് റൂട്ട് 2a. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവനെ ഒരു സർക്കിളിനകത്തേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണം. ദാ ഒരു സർക്കിളിനകത്തേക്ക് പ്രതിഷ്ഠിക്കണം. ഇവനൊരു സർക്കിളിനകത്തേക്ക് കയറുമ്പോൾ സർക്കിളിന്റെ ഡയമീറ്റർ കണ്ടോ? സർക്കിളിന്റെ ഡയമീറ്ററും ഈ സ്ക്വയറിന്റെ ഡയഗണലും സെയിമാണ്. കണ്ടോ? സർക്കിളിന്റെ ഡയമീറ്ററും സ്ക്വയറിന്റെ ഡയഗണലും സെയിമാണ് എന്നാകുമ്പോൾ റൂട്ട് 2a എന്ന് പറയുന്നത് ഡയമീറ്റർ എത്ര? 8, റേഡിയസ് 8ന്റെ ഇരട്ടി എത്ര മക്കളെ? 16. എങ്കിൽ എ സ്ക്വയർ അല്ലേടാ സ്ക്വയറിന്റെ ഏരിയ. എ സ്ക്വയർ എത്ര വരും? അതായത് സ്ക്വയർ ചെയ്താൽ മതി. റൂട്ട് 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആ. 2 ഇപ്പുറം കൊണ്ടുപോവാ. 16ന്റെ സ്ക്വയർ 256, അതിന്റെ പകുതി. ആൻസർ വിൽ ബി 128. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? അടുത്ത ചോദ്യം. എടാ, ഈ ചോദ്യം നിങ്ങൾ മെൻസുറേഷനിലത് ആണ് എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിച്ചെന്നിരിക്കും. പക്ഷെ ഇത് മെൻസുറേഷൻ അല്ല സാധനം കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത്? എടാ, 4.55 ആൻഡ് 5.25 അത്രയും മീറ്റർ ലോങ് ആയ ഒരു കോർട്ടിയാണ്. അതിനകത്ത് എ ബോർഡ് ഈസ് പേവ്ഡ് വിത്ത് സ്ക്വയർ ടൈൽസ് ഓഫ് ഈക്വൽ സൈസ്. അതായത് ഇതിപ്പോൾ ഒരു കോർട്ടിയാർഡ് ആണെങ്കിൽ ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്തു? സെയിം സൈസ് വരുന്ന കൊച്ചു ടൈലുകളെ ഞാൻ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഞാൻ ആ കോർട്ടിയാർഡ് മൊത്തത്തിൽ എന്ത് ചെയ്തു? ടൈല് പാകി വെക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? എങ്കിൽ ഞാൻ ആ എടുക്കുന്നതായ ടൈലിന്റെ സൈസ് ഏറ്റവും ലാർജസ്റ്റ് എന്നുള്ള രീതിയിൽ പരിഗണിച്ചാൽ എന്ത് സൈസ് ആകും അവിടെ വരിക എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, ഇവിടെ സംഭവമൊന്നുമില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. 5.25 അതുപോലെ 4.55 ഇതല്ലേ രണ്ടാളുകൾ. ഇവന്മാരുടെ രണ്ടുപേരുടെയും എന്ത് കണ്ടുപിടിച്ചാൽ മതി? HCF ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ ആണോ? ഇനി ഇവിടെ നമുക്ക് 5.25 പകരം 525 525 എന്ന് എഴുതാം. ഇവിടെ 455 എന്ന് എഴുതാം. രണ്ട് പേരുടെയും HCF ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുത്താൽ മതി. ശരിയല്ലേ? ആ 100 അതേപോലെ കൊടുത്താൽ മതി. രണ്ടുപേരുടെയും HCF കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ 100 എന്ന് അങ്ങ് കൊടുത്താൽ മതി. ഇവിടെ എത്ര വെച്ച് വെട്ടാടാ? 5 വെച്ച് വെട്ട്. അപ്പൊ എത്ര വരും? 1 0 എത്ര വരും? ഇവിടെ 25 ആകുമ്പോൾ 5 തവണ. ഇവിടെ 5 വെച്ച് വെട്ട്. അപ്പൊ HCFന്റെ 5 ഇങ്ങോട്ട് മാറ്റി എഴുതാൻ മറക്കരുത്. ഇവിടെ 5 കൊണ്ട് വെട്ട്. 9 5 45. ഇവിടെ 1 വരും. ശരിയാണോ? ഇനി ഇതിനെ എത്ര കൊണ്ട് വെട്ടാം മക്കളെ? 7 കൊണ്ട് വെട്ടാം. 7 കൊണ്ട് വെട്ട്. അപ്പോൾ ഇവിടെ ഒരു 7 എന്ന് ഇടുക. 7 കൊണ്ട് വെട്ടുമ്പോൾ ഒരു തവണ, ബാലൻസ് 35. 7 കൊണ്ടാകുമ്പോൾ 5 തവണ വരും. ഓക്കെ ആണോ? ഇനി ഇവനെ വെട്ടുമ്പോൾ എനിക്ക് എത്ര വരും? ഇവിടെ 13 ഗുണം 7 ആണ് 91. അപ്പോൾ ഇവിടെ 13 എന്ന് വരും. ഇനി ഇതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റൂല. സ്ലാഷ് മെത്തേഡ് പ്രകാരം ഇത് രണ്ടും ഇപ്പൊ ഏത് കണ്ടീഷനിലെത്തി? കോ പ്രൈം കണ്ടീഷനിലെത്തി. എങ്കിൽ എൻ്റെ HCF എന്ന് പറയുന്നത് 7 ഗുണം 5 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 35. ഇനി ഒരു 100 ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഡിവൈഡ് ചെയ്യാൻ. ആ 100 കൂടെ കൊടുക്കുമ്പോൾ എൻ്റെ ആൻസർ 0.35 അത്രയും വരും. അല്ലെങ്കിൽ എനിക്ക് ഇവനെ എന്തെന്ന് വിളിക്കാം? 35 സെന്റിമീറ്റർ എന്ന് വിളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഒന്നുകിൽ ആ 100 കൊടുക്കുമ്പോൾ അത് ആൻസർ മീറ്ററിലായിരിക്കും വരുന്നത്. 0.35 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? 35 സെന്റിമീറ്റർ അല്ലേടാ. സോ അവിടെ ഞാൻ വിരിക്കാൻ പോകുന്നതായ ടൈലിന്റെ ഏറ്റവും വലുതാകുന്ന സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ സൈസിലെ ടൈലുകളാണെങ്കിൽ 35 സെന്റിമീറ്റർ ആയിരിക്കും ഒരു സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത്. ആ ടൈലിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 35 ആയിരിക്കും. ഓക്കെ ആണോ? ആണ്. ആ ഒരു കാര്യം പിടികിട്ടി. അടുത്ത ചോദ്യം നോക്കേ. എടാ, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് ട്വൈസ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 18 യൂണിറ്റ്സ്. ഇഫ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ ഇസ് 45, then what is the area? മക്കളെ, ഇത് വലിയ കാര്യമൊന്നുമില്ല. ലെങ്തും ബ്രെഡ്ത്തും കിട്ടിയാൽ മാത്രമേ നമുക്ക് റെക്ടാംഗിളിന്റെ ഏരിയ കിട്ടും. കാര്യം എന്താ? ലെങ്തിന്റെ ബ്രെഡ്ത്ത് ആണ് ഏരിയ. അപ്പോൾ ഇവിടെ സ്ക്വയറിന്റെ സൈഡ് 18 ആണ് എങ്കിൽ സ്ക്വയറിന്റെ പെരിമീറ്റർ 4 ടൈംസ് ഓഫ് എന്താകും? 1 സൈഡ് ആണ്. ഇനി എന്താ നമുക്കറിയേണ്ടത്? ഇതിന്റെ ഡബിൾ ആണല്ലോ റെക്ടാംഗിളിന്റെ പെരിമീറ്റർ. അപ്പോൾ ഒരു × 2
ഇനി എന്താ അവർ പറയുന്നത്? റെക്ടാംഗിളിന്റെ പെരിമീറ്ററിന്റെ ബേസിക് ഇക്വേഷൻ 2 × L+B അല്ലേ, അതിൽ ബ്രെഡ്ത്ത് 45 എന്ന് തരുന്നുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതിയടാ? ലെങ്ത് കണ്ടുപിടിക്കാൻ ഇനി വല്ല പാടുണ്ടോ? ഇല്ല. താണ്ടെ ഈ 2ഉം ഈ 2ഉം വെട്ടി 18 × 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 72. ഈ 45 ഇപ്പുറം വരുമ്പോൾ എത്ര വരും? 72 - 45. അതാണ് ലെങ്ത് എന്ന് പറയുന്നത്. എത്ര വരും ഇവിടെ? 12 ൽ നിന്ന് 5 പോകുമ്പോൾ 7. ഇവിടെ 6 ൽ നിന്ന് 4 പോകുമ്പോൾ 2, 27. ഇനി പറ, 27 × 45 അല്ലേ എൻ്റെ ഏരിയ? ആണോടാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്? ഇനി പറ, 7 × 2 9 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ എൻ്റെ ആൻസർ ഡിജിറ്റ് സം 0 വരണം. അങ്ങനെ ആരുണ്ടോ നോക്കുക. 6 3 9. ഇല്ല, ഡിജിറ്റ് സം ഇവിടെ 1 വരുന്നത്, 0 വരുന്നില്ല. ഇത് ആവൂല ആൻസർ. ഇവിടെ 5 1 6, ഇവനും ആകൂല ആൻസർ. ഇവൻ്റെ 6 ഡിജിറ്റ് സം വരുന്നത്, ഇതും ആൻസർ വരൂല. ഇനി 5 6 7 2 9 ഇവനാകാൻ സാധ്യതയുണ്ട്. ഇനി ഇതാ ഇവനാകാനും സാധ്യതയുണ്ട്. 5 7 8 9. ഇനി നോക്കണം, യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5-ലായിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? അങ്ങനെ ആണെങ്കിൽ ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഇല്ലേ? അടുത്ത ചോദ്യം നോക്കിയേ മക്കളെ. എടാ ഈ ചോദ്യം cos raised to 4a - sin raised to 4a എന്നാണ് കിടക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ത് വരുമെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമായിട്ട് പറയാം. ഇത് a² - b² ഫോർമാറ്റാന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇങ്ങനെ എഴുതുക, cos² a the whole square, a² മൈനസ് കണ്ടോ sin² a the whole square. ഇവനെ ഇങ്ങനെ എഴുതിക്കൂടെ? എഴുതാം. എന്നാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ത് വരും ഇവിടെ? ആണ്ടേ a+b × a - b. ആണ്ടേ cos² a + sin² a. കണ്ടോ എന്തായി? a+b × a² - b² a+b × a - b അല്ലേ? അപ്പോൾ എന്തോ വരും ഇനി ഇവിടെ? cos² a മൈനസ് sin² a. കണ്ടോ a+b × a - b. മകളെ sin² θ + cos² θ എന്ന് പറയുന്നത് 1. ഇവൻ്റെ ആൻസർ 1 വരും. ശരി. ഇനി ഇവിടെ ആരാ ഉള്ളത്? cos² a - sin². മകളെ cos² - sin² എന്ന് പറയുന്നത് cos 2a ആണ് കേട്ടോ. cos² θ - sin² θ അല്ലെ cos² a - sin² എന്ന് പറയുന്നത് cos 2a ആണ്. സോ ഓപ്ഷൻ ബി ഈസ് എ കറക്റ്റ് ആൻസർ. കണ്ടോ വളരെ നിസ്സാരോ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആൻസർ യു വിൽ ഗെറ്റ്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഈ ഒരു ചോദ്യം നോക്കേ, വളരെ സിമ്പിളാ. ഫൈൻഡ് 1 - cos² θ × cot² θ +1 - 1 എന്നല്ലേ കിടക്കുന്നത്. മക്കളെ 1 - cos² എന്ന് പറഞ്ഞാൽ ആരാ വരിക? sin² θ ഇൻറ്റു cot² θ +1 ആരാണെന്നറിയോ? cosec² θ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? sin² θ + cos² θ 1 ആണെങ്കിൽ 1 - cos² θ sin² θ ആയിരിക്കും. ഇനി നമ്മൾ ബേസിക് റൂൾ പഠിച്ചു, cosec² θ - cot² θ = 1 ആണെങ്കിൽ cot² θ +1 എന്ന് പറയുന്നത് cosec² θ ആയിരിക്കും. ഇനി സൈനും കൊസീക്കും പരസ്പരം എന്താണ്? റെസിപ്രോക്കലുകളായ ആളുകളാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവന്മാരെ രണ്ടുപേരും കൂടെ വെട്ടി എനിക്ക് 1ലേക്ക് എത്തിക്കാം. 1 - 1 വിൽ ബി 0 ആയിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. എടാ എനിക്കിവിടെ കോട്ട് എന്ന് പറയുന്ന ആളിനെ എനിക്ക് എങ്ങനെ എഴുതാം? കോസ് ബൈ സൈൻ എന്ന് എഴുതാം. അതായത് cos² a sin² എന്ന് എഴുതാം. ഇനി നോക്കട്ടെ, രണ്ടിടത്തും കോസ് ഉണ്ട്. അപ്പുറത്ത് കിടക്കുന്ന ആളും കോസ് അല്ലേ? കോസ് കോമൺ എടുത്താൽ അവിടെ എന്തോ സംഭവിക്കും? 1/sin എനിക്ക് cosec² θ എന്ന് എഴുതാം, അല്ലെ cosec² a എന്ന് എഴുതാം അല്ലെ? ഇവിടെ ഇപ്പൊ തീറ്റ വെച്ചല്ലേ എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ cos² 2ൽ നിന്നും cos² θ ഞാൻ പുറത്തെടുത്തു. cos² θ പുറത്തു വന്നാൽ ഇനി അകത്ത് കോട്ട് എന്ന് പറഞ്ഞാൽ cos/sin അല്ലേ? അപ്പൊ അകത്തിന് ആരാ ഉള്ളത്? 1/sin. ദാറ്റ് ഈസ് 1/sin എന്ന് പറഞ്ഞാൽ cosec² θ മൈനസ് ഇവിടെ എന്ത് വരും? 1. ഇതിന്റെ റൂട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ ആണോ? കോസിന്റെ സ്ക്വയർ റൂട്ടിന് വെളിയിൽ വരുമ്പോൾ cos θ എന്നാവും. ഇനി cosec² θ -1 എന്ന് പറഞ്ഞാൽ cot² θ. cot² എന്ന് പറയുമ്പോൾ റൂട്ടിന് വെളിയിൽ വരുമ്പോൾ എന്താകും? cot θ എന്നാവും. ശരിയല്ലേ? സോ cos θ × cot θ. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കണം. ഇവിടെ നല്ലൊരു ചോദ്യമായത്. ഹൗ മച്ച് എന്താണ് ഡസ് എ വാച്ച് ലോസ് പെർ ഡേ ഇഫ് ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കോയിൻസൈഡ് എവറി 64 minutes. മക്കളെ ക്ലോക്കിന്റെ സൂചികൾ എത്ര സമയം കൂടുമ്പോഴാണ് സാധാരണഗതിയിൽ കോയിൻസൈഡ് ചെയ്യാറുള്ളതെന്ന് ചോദിച്ചാൽ 65 and 5/11 minutesന് ശേഷമായിരിക്കും. ഓക്കെ ആണോ? സാധാരണഗതിയിൽ ഒരു തവണ ക്ലോക്കിന്റെ സൂചി ഒന്നിച്ചു. ഇനി അടുത്തത് എപ്പോഴാണ് ഇവർ ഒന്നിക്കുന്നത് എന്ന് ചോദിച്ചാൽ 65 and 5/11 minutesന് ശേഷമായിരിക്കും അവർ ഒന്നിക്കുന്നത്.
അതായത് 12 മണിക്ക് ക്ലോക്കിന്റെ സൂചികൾ കോയിൻസൈഡ് ആയി. ഇനി എപ്പോ ഒന്നുകൂടി കോയിൻസൈഡ് ആകുമെന്ന് ചോദിച്ചാൽ ഒന്ന് കറങ്ങി വന്ന് 1 മണി കഴിഞ്ഞ് 5 മിനിറ്റും കഴിഞ്ഞ് ഒരു 5/11 മിനിറ്റ്സ് കൂടെ ആകുമ്പോൾ ക്ലോക്ക് ഒന്നുകൂടെ കോയിൻസൈഡ് ആവും. ഓക്കെയാണ്, അതാ ഉദ്ദേശിക്കുന്നത്. ഇനി അവർ പറയുക ആ കോയിൻസൈഡിങ് എന്ന് പറയുന്നത് 65/11 പകരം 64 മിനിറ്റിലാണ് സംഭവിക്കുന്നതെങ്കിലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനിടയിലെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 65 ആൻഡ് 5/11 മൈനസ് 64. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 16/11 മിനിറ്റ്സ് എന്ന് വരും കേട്ടോ. അതായത് ഇതിനിടയിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 16/11 മിനിറ്റ്സ് ആണ് ഇതിന്റെ ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണോ? വെക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് പറഞ്ഞ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്തങ്ങ് എടുത്താൽ മതി. ഓക്കെ ആണോ? 16/11 മിനിറ്റ്സ് എന്ന് വരും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 64 മിനിറ്റുകളാണ് കോയിൻസൈഡ് ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ 16/11 അത്രയും മിനിറ്റിന്റെ നഷ്ടം അവിടെ ഉണ്ടാവും. എത്ര മിനിറ്റ് കൊണ്ട്? 64 മിനിറ്റിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എത്രയാ? ഇൻ 1 മിനിറ്റ് എന്നാണെങ്കിൽ 1 മിനിറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കേണ്ടി വരും? 16/11 ഡിവൈഡഡ് ബൈ 64, അതായത് ഇൻറ്റു 1/64 എന്നും കൊടുത്താൽ മതി. 1 മിനിറ്റിൽ അപ്പൊ ഇത്രയും മാറ്റം ഉണ്ടാവും. ശരിയാണോ? അതായത് 64 മിനിറ്റിൽ എത്ര വ്യത്യാസം? 16/11 വ്യത്യാസം. അപ്പൊ 1 മിനിറ്റിൽ എത്ര വ്യത്യാസം? ഡിവൈഡഡ് ബൈ 64 ചെയ്താൽ മതി. അപ്പൊ 16/11 ഇൻറ്റു 1/64 അത്രയും വ്യത്യാസം ഇവിടെ ഉണ്ടാവും. ഇനി അവർ ചോദിക്കുന്നത് ഒരു ദിവസം നടക്കുന്ന കേസാണ്. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ? 24 മണിക്കൂർ. അപ്പൊ ഗുണം 24. അവിടെ അവർ തന്നേക്കുന്നത് മിനിറ്റുകളിലെ കാര്യമാണ്. 24 മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു 60 കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണോ? ഇനി ക്യാൻസലേഷനുകളൊക്കെ ചെയ്തോ. 16 64, 16 ഗുണം 4 ആണല്ലോ 64. 4 കൊണ്ട് 24 വെട്ടിയ 6 വരുമല്ലോ. 6 6 36. 360/11 എന്ന് പറഞ്ഞാൽ എത്ര വരും മക്കളെ? 32 ആൻഡ് 8/11 മിനിറ്റ്സ്. ഒരു ദിവസം എന്ത് നഷ്ടം ഉണ്ടാകും? 32 ആൻഡ് 8/11 മിനിറ്റ്സ്. ചെയ്തു നോക്കിയാൽ മതി. 360/11 എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി, 32 വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്തായാലും 360 അല്ലേ, 33. അപ്പൊ 3 വരുന്നുണ്ട്. 330ന്റെ ബാലൻസ് അവിടെ എത്ര വരുന്നുണ്ട്? ഒരു 3 വരുന്നുണ്ട്. ആ 30നകത്തത് 2 തവണ, അപ്പൊ 32 ചില്ലറയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ എ ആണ്. നമ്മുടെ ജസ്റ്റ് ഒരു കോമൺ സെൻസ് ആണ്. എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ റാൻഡം ആയിട്ട് എല്ലാം ഇങ്ങനെ എഴുതി കണക്ക് കൂട്ടി അതിന്റെ ആൻസർ എന്താണ് എന്ന് എടുത്ത് അടിവരെ ഇട്ടിട്ടേ ഞാൻ എടുത്തെഴുതു എന്ന് വാശി പിടിക്കരുത്. മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനൂടെ പഠിച്ചോണം. സ്പീഡ് പൊതുവെ അന്നേരത്തേക്ക് നമുക്ക് കൂട്ടി കൊണ്ടുവരാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പഠിക്കാനുള്ള. ഒരുപാടാകുന്ന നല്ല ചോദ്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ ചോദ്യങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കുക. ഡൗട്ടുകളാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഞാൻ ഇതിനിടയിൽ എന്തൊക്കെയോ 1-2 കാര്യങ്ങൾ നിങ്ങളോട് ചെയ്ത് കമന്റ് ചെയ്യണേ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അടുത്തതായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.